ചതി, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം. അതൃപ്തി പരസ്യമാക്കി പത്മകുമാർ. നമസ്കാരം. ഭാരതശബ്ദ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമായും ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെയാണ്. സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ പത്മകുമാറിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. CPM സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുൻ MLAയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം. ലാൽ സലാം ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെയാണ് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പത്മകുമാർ അതൃപ്തി പ്രകടിപ്പിച്ചത്. താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ചിത്രം പ്രൊഫൈൽ ഫോട്ടോയാക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് വലിയ ചർച്ചയായി. മിനിറ്റുകൾക്കകം പത്മകുമാർ ഫേസ്ബുക്കിൽ നിന്ന് കുറിപ്പ് പിൻവലിച്ചു. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുള്ള അതൃപ്തിയാണ് പത്മകുമാറിൻ്റെ പ്രതിഷേധത്തിന് കാരണമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെ പത്മകുമാർ സമ്മേളന നഗരി വിട്ടു. പാർലമെൻ്ററി രംഗത്തിലൂടെ പാർട്ടിയിലെത്തിയ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പത്തനംതിട്ടയിലെ മറ്റ് ചില നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്നാണ് വിവരം. അതേസമയം 17 പുതുമുഖങ്ങളുമായി മുഖം മിനുക്കുകയാണ് CPM സംസ്ഥാന സമിതി. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായി തുടരും. MV ജയരാജൻ, CN മോഹനൻ, KK ശൈലജ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 89 അംഗ CPM സംസ്ഥാന സമിതിയിൽ 17 പേരാണ് പുതുമുഖങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ബാലു ജേതാവായി. ബാലു, ദേവദാസ്, ചെന്താമരാക്ഷൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിച്ചതോടെ ആനകൾ കണിയിക്കുവാനുള്ള മണികളുമായി പാപ്പാന്മാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറാക്കി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് ഓടി. മണികൾ ആനകൾക്ക് അണിയിച്ച ശേഷം ആരാർ ശംഖൂതിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി. ക്ഷേത്ര ഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ ബാലു വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബാലു ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങുകൾ പൂർത്തിയാക്കി. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ബാലുവാണ് ഭഗവാന്റെ തിടമ്പേറ്റുക. പാലായിൽ ബസ് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഇടമറ്റം മുകളേൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ രാജേഷ് 43 ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:15 ഇടമറ്റം ചീങ്കല ജംഗ്ഷന് സമീപം ചേറ്റതോട് നിന്നും പാലായ്ക്ക് വരികയായിരുന്ന കുറ്റാരപ്പള്ളിൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ട്. SSLC പരീക്ഷയ്ക്ക് വരികയായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റത്. 3 പേരുടെ നില ഗുരുതരമാണ്. ബസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയ ഇടമറ്റ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ കുഴഞ്ഞ് വീണാണ് ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായത്. പ്രമേഹ രോഗിയായ രാജേഷ് രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ബസ് തെങ്ങിലിടിച്ച് നിൽക്കുകയായിരുന്നു. 15ഓളം യാത്രക്കാർക്ക് പരിക്കുണ്ടായി. ഗുരുതര പരിക്കേറ്റവരെ പാലാ ജനറൽ ആശുപത്രിയിലും മറ്റുള്ളവരെ ഭരണങ്ങാനത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. താനൂരിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായ കേസിൽ തുടരന്വേഷണത്തിന് അന്വേഷണ സംഘം വീണ്ടും മുംബൈയിലേക്ക്. കുട്ടികൾ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ എത്തിയത് എങ്ങനെ, കുട്ടികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. താനൂർ പോലീസ് ഉടനെ മുംബൈയിലേക്ക് തിരിക്കുമെന്നാണ് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞത്. പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള യുവാവിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തി. എടവണ്ണ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ അക്ബർ റഹീമിനെ 26 വയസ്സ് ആണ് താനൂർ SHO ജോണി മറ്റും അറസ്റ്റ് ചെയ്തത്. കുട്ടികളുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ്. റഹീം അസ്ലാം എന്നാണ് ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന പേരെന്ന് പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സ്വർണം വിൽപ്പന നടത്തിയാണ് കുട്ടികൾ പണം കണ്ടെത്തിയത്. റഹീമും കുട്ടികളും ആദ്യമായാണ് മുംബൈയിൽ പോകുന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു.